ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വന്നു. നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. അവിടുന്ന് ചെക്കൗട്ട് ആവാൻ സമയമാകുന്നു. അപ്പോൾ ചെക്കൗട്ടായി. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അടുത്തായിട്ടൊരു ഒരു മോളുണ്ട്, ബ്ലൂ ഡയമണ്ട് മോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള, പക്ഷെ അന്ന് ഇത്ര നല്ലതല്ലായിരുന്നു ഈ മോള്. അതായത് ജസ്റ്റ് ഓപ്പൺ ആക്കിയതേ ഉള്ളായിരുന്നു അന്ന്. ഇപ്പോൾ ശരിക്കും എല്ലാ സെറ്റപ്പോട് കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ 2 ജ്യൂസ് ഓർഡർ ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കു ഷേക്ക് ഓർഡർ ചെയ്തു. ഇപ്പോൾ ശരിക്കും എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. ട്രെയിനിൽ വന്നതിൻ്റെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. AC കമ്പാർട്ട്മെൻറ്റിലാണ്ട് എനിക്ക് ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി കുറച്ച് ചുമയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ AC കമ്പാർട്ട്മെൻറ്റിൽ കൂടെ ഇരുന്നപ്പോൾ എനിക്ക് ഉറക്കം ശരിയായില്ല, ചുമയൊക്കെ ആയിട്ട്. അപ്പോൾ ശരിക്ക് പിന്നെ ഇടയ്ക്കിന് ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഈ മോളിൽ വന്ന് കുറച്ച് സമയം ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു മധുരം ഇല്ലാത്തൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കു ഷേക്ക് ഉണ്ടോ? ഇതെന്താ ഇങ്ങനെ വലിയൊരു കപ്പിനകത്ത് തരണ്ടായിരുന്നു? ഓവർഫ്ലോ ആയല്ലോ. ഇതെൻ്റെ പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഓക്കെ, അപ്പം ഞാൻ എൻ്റെ പൈനാപ്പിൾ ജ്യൂസ്, മധുരമില്ലാത്ത പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. കുടിച്ച് നോക്കാം, മധുരമില്ലാത്തത്. പഞ്ചസാര ഇടാതെ തന്നെ നല്ല മധുരമുണ്ട് അല്ലേ? പഞ്ചസാര ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ എല്ലാവരും പഞ്ചസാര ഇട്ട് ചോദിക്കും. പഞ്ചസാര ഇട്ടാണ് അവർ കൊടുക്കുന്നത്. കഴിയുന്നതും പഞ്ചസാര അവോയ്ഡ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിളിനൊക്കെ നല്ല മധുരമല്ലേ, പഞ്ചസാരയുടെ ആവശ്യമില്ല. പക്ഷേ ഇതെന്തായാലും കൊള്ളും കേട്ടോ, നല്ല മധുരമുണ്ട്. വെരി റീഫ്രഷിങ്. കുടിച്ചപ്പോൾ എനിക്കൊരു ഉന്മേഷം. ജസ്റ്റ് പെട്ടെന്ന് ഞാൻ ഇപ്പോഴത്തെ ഫുഡ് കോർട്ടൊന്ന് കാണിച്ചു തരാമേ. ഇവിടുത്തെ ഫുഡ് കോർട്ട് ചെറിയൊരു മോളാണ് കേട്ടോ, പക്ഷെ നല്ല രസം ഇവിടെ ഇരിക്കാൻ. അങ്ങനെ ഇനി നമ്മൾ കോഴിക്കോട് വീണ്ടും യാത്ര തിരിക്കുകയാണ്. നമ്മൾ പേരാമ്പ്ര എന്ന സ്ഥലത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നാളെ ഞങ്ങൾ കക്കയം ഡാം. കുറേ നാളുകളായിട്ട് ആൻഡ്രു പറയുന്നത് ഞാൻ കക്കയം പോയി കാണണമെന്ന്. അവസാനം ഞാൻ കക്കയം കാണാൻ തീരുമാനിച്ചു. അപ്പോൾ നാളെ കക്കയം ഡാം കാണാൻ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഓക്കെ, ബൈ.